ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ എല്ലാവരും ഇടയിൽ പറയുമ്പോൾ അനുപമ മോഹന്റെ നാരകവേഷം അത് കാണണം. അങ്ങനെ അത് അങ്ങനെ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാല് എന്റെ അക്കാഡമിയിലെ ഞാൻ എന്റെ ബാച്ചില് എല്ലാവരും കാട്ടി ചെറിയ പ്രായത്തിലെ ചെറിയ ആളാണ്. അപ്പൊ ഈ ബാലെ ചെയ്യുന്ന സമയത്ത് അതിനെ നല്ല കൃഷ്ണൻ ചെയ്യണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഫിഗർ വേണം, പിന്നെ സത്യഭാമ ചെയ്യണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഹൈറ്റും ഫിഗറും വേണം. ഞാൻ മെലിഞ്ഞിട്ട് ഒരു ചെറിയ കുട്ടിയായിരുന്നു. സോ എനിക്ക് പറ്റിയ സൂട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു നാർഗൻ മാസ്റ്റർ. അപ്പോൾ എനിക്ക് ആ നാർഗന്റെ ക്യാരക്ടർ ഉണ്ടാവും. അത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര നോട്ടി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഞാൻ ചെറുതിൽ ഇത്തിരി നോട്ടി ആയിരുന്നു. അപ്പോൾ എനിക്കത് മാസ്റ്റർ പറഞ്ഞു തന്നതിൽ നിന്ന് എനിക്ക് വളരെ ഈസി ആയിട്ട് മാസ്റ്ററിന്റെ അഭിനയമൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചു. അതിനിടയിൽ 2 സിനിമകൾ വന്നു. സിനിമയിൽ വന്ന വഴിയാണ് കേരളത്തിലേക്ക് എത്തുന്നത്. പക്ഷെ നമ്മളെ 2 പെൺകുട്ടികൾ, അതൊരു 30-32 വർഷം മുമ്പ് അന്ന് അങ്ങനത്തെ ഒരു സബ്ജക്റ്റുള്ള സിനിമകളെ വളരെ അന്ന് ചിന്തിക്കാൻ കഴിയാത്തൊരു സിനിമയായിരിക്കാം. പക്ഷെ അത് ഞാൻ ഇപ്പോഴാണ് അതൊക്കെ അറിയുന്നത്. അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്ത സബ്ജക്റ്റ് ആണെന്നോ ഇതൊന്നും. എന്നാ വെച്ചാൽ എനിക്ക് ഭാഷ അറിയില്ല. അവർക്കൊരു നല്ല ഒരു കുട്ടി വേണമെന്ന് പറഞ്ഞിട്ട് എന്റെ ഫ്രണ്ടിന്റെ അവിടെ അങ്ങനെ എന്തോ ഒരു കാറ് പറയലും അവർ നിർബന്ധമായിട്ട് എന്നോട് വന്ന് ചോദിക്കലും. അത് എന്താ പറയാ, എന്റെ വീട്ടിൽ ഇതിനു മുമ്പ് കെ വിശ്വനാഥ് തൊട്ട് ശങ്കരാഭരണത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് എന്നോട് ചോദിച്ചിട്ട് എന്റെ വീട്ടിൽ സമ്മതിക്കാത്തവരാണ്. അപ്പൊ ഇത് ഭയങ്കര നിർബന്ധമായിട്ട് അവർ പറയുന്നു ഈ തരത്തിലേക്ക് നമ്മൾ വരുന്നു. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല. കേരളത്തിന്റെ മരുമകളായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വാടക വീട്, അതും വാടക വീട് എന്താന്ന് വെച്ചാല് ഞങ്ങൾ ഒരു 2 പെൺകുട്ടികൾ ഷൂട്ടിംഗ് കഴിയുന്ന ലാസ്റ്റ് ഡേ എന്നോട് ചോദിച്ചു ഐ ലൈക്ക് ടു മാരി യു എന്ന് പറഞ്ഞ് ചോദിച്ചു. പക്ഷെ എനിക്ക് അന്ന് അത്രയും പ്രായമോ അത്രയും ഒന്നും അറിയില്ല. എനിക്ക് ഡാൻസ് അക്കാഡമി, ഞങ്ങളുടെ അക്കാഡമിയും പ്രോഗ്രാംസും ഡാൻസും അങ്ങനത്തെ ഒരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊന്നും പറഞ്ഞില്ല. അപ്പൊ നെക്സ്റ്റ് മൂവി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ കൂടുതൽ സംസാരിക്കാൻ ഇടയുണ്ടായി. ആദ്യത്തെ പടത്ത് പറയുന്ന സമയത്ത് എനിക്ക് ഒട്ടും ലാംഗ്വേജ് ഒന്നും അറിയില്ല. പിന്നെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ഗുരു ഡയറക്ടറാണെങ്കിലും ഞാൻ എന്റെ ഗുരുവിന്റെ കീഴിൽ നിന്ന് വന്നതിന്റെ ഒരു ആ രീതി അനുസരിച്ചിട്ട് ആ ഡയറക്ടറിനും നമ്മൾ ഒരു ഗുരുവായിട്ടാണ് കണക്കാക്കിയിരുന്നത്. സോ എനിക്ക് എന്റെ ഗുരുവിനോടുള്ള ആ ഭയം ഭക്തി തന്നെയായിരുന്നു എന്റെ ആദ്യത്തെ പടത്തിന്റെ ഡയറക്ടറിനോട് എനിക്ക് തോന്നിയിരുന്നത്. അഫ്കോഴ്സ് അത് കഴിഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് ചോദിച്ച സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എനിക്കറിയില്ലായിരുന്നു എന്താണ്. പിന്നെ അത് ചിലപ്പോൾ എന്റെ പേടി മാറ്റാനോ അല്ലെങ്കിൽ എന്റെ മനസ്സിലേക്ക് കടന്നുകൂടാനോ എന്താണെന്ന് എനിക്കറിയില്ല. 2ാമത്തെ പടം കൂടി അവരുടെ പടത്തിൽ എന്നെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കലും അതിൽ ചെയ്തു. 2ാമത്തെ പടം തീരാറാവുമ്പോഴേക്കും ഞങ്ങൾ കല്യാണം കഴിച്ചു. അദ്ദേഹം തരുന്ന സപ്പോർട്ട് കാരണം തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ നേരത്തെ ചോദിച്ചു 2 പെൺകുട്ടികൾ വാടക വീട് എന്നുള്ളത്. അപ്പൊ ഈ 2 പെൺകുട്ടികൾ ഡയറക്ട് ചെയ്ത അത് മോഹനാണ്. പ്രേക്ഷകർക്ക് മുഖ്യവാരം അറിയുണ്ടാവും. ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ശാലിനിയുടെ കൂട്ടുകാരി, അതുപോലെ ഇവിടെ പറയും മുംബൈ, പക്ഷേ എന്ന് പറയുന്ന ഒരുപാട് പടങ്ങൾ. അപ്പൊ എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പൊ അദ്ദേഹം ഭയങ്കര എൻകറേജ്മെന്റ് ആണ്. അതിനുശേഷം പിന്നെ പടത്തിലേക്കൊന്നും പോയിണ്ടായില്ല. ഡാൻസ് നിർത്തിയിട്ടില്ല. ഡാൻസ് എന്നും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിങ്ങനെ ചോദിച്ചപ്പോ എന്റെ ആദ്യത്തെ ഒരു ചോദ്യം എന്റെ ഡാൻസ് നിർത്താൻ പാടില്ലായിരുന്നു. അതായിരുന്നു എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുണ്ടായിരുന്നത്. എന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവർ പറഞ്ഞു അവരുടെ ഫാമിലിയിൽ സിസ്റ്റേഴ്സ് ഡാൻസേഴ്സ് ഉണ്ട്, മ്യൂസിക് ടീച്ചേഴ്സ് ഉണ്ട്. സോ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കേരളത്തിൽ പൊതുവെ കലയോട് വളരെ ആഭിമുഖ്യമുള്ള ആളുകളാണ്. പക്ഷെ എന്നാലും അവർക്ക് സീരിയസ് ആയിട്ട് കാണുന്നില്ല എന്നുള്ള ഒരു പരാതി തോന്നിയിട്ടുണ്ട്. പലപ്പോഴും കുട്ടികളാണെങ്കിൽ ഇപ്പൊ ഡിഗ്രി വരെ അതിനുശേഷം പക്ഷെ അവർ വേറെ പ്രൊഫഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജോലി കിട്ടി കഴിഞ്ഞാൽ അപ്പൊ അവർ ഇത് ഉപേക്ഷിക്കുന്ന ഒരു പ്രവണത കേരളത്തിൽ കൂടുതലുണ്ടോ? കേരളത്തില് മാത്രമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോ അത് എല്ലാ സ്ഥലത്തും ചിലപ്പോ ഉണ്ടാവാം. അപ്പൊ ഞങ്ങളുടെ ജനറേഷനിൽ ഡാൻസ് മാത്രമേ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ബ്രെയിനിൽ. ഞങ്ങൾക്ക് കൂടുതൽ ഡിഗ്രി ചെയ്തിട്ട് മറ്റേ ചെയ്യണം എന്നുള്ള ചിന്ത ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. കൂടുതൽ ഞങ്ങൾക്ക് ഒരുപാട് പെർഫോമൻസ് ആയിരുന്നു. ഞങ്ങളുടെ ഗുരുവിനോടൊപ്പം മന്ത്ലി ഒരു 20 days എങ്കിലും ഞങ്ങൾ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്.
അത്രയും പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് അത് പറ്റില്ല. കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ഇസ് വെരി മസ്റ്റ്. അവർക്ക് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്, പക്ഷെ എന്റെ സ്റ്റുഡൻറ്, ഫോർ എക്സാമ്പിൾ എന്റെ സ്റ്റുഡൻസ് തന്നെ ഉണ്ട്. ഒരു കുട്ടി എഞ്ചിനീയർ ആണ്, ഒരു കുട്ടി ഡോക്ടർ, 1-2 കുട്ടികൾ എഞ്ചിനീയേഴ്സ് ഉണ്ട്, 1-2 കുട്ടികൾ ഡോക്ടേഴ്സ് ആയിട്ടുണ്ട്. അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അവരുടെ പഠിത്തം കൂടി അപ്പുറത്ത് ഉള്ള കാരണം അവർക്ക് 100% അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പക്ഷെ എത്ര അവർക്ക് എങ്ങനെ സമയമുണ്ടെങ്കിലും അവർ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് വന്ന് പെർഫോം ചെയ്യാനോ പ്രാക്ടീസ് ചെയ്യാനോ അവർ ചെയ്യാറുണ്ട്. പക്ഷെ എഡ്യൂക്കേഷൻ മസ്റ്റാണ് ഇന്നത്തെ കാലത്ത്, അതില്ലാണ്ട് പറ്റില്ല. ഇപ്പോൾ കേരളത്തിൽ അതുപോലെ തന്നെ ഇന്ത്യയുടെ അടുത്തും വിദേശത്തൊക്കെ ഒരു 40ഓളം സ്ഥലങ്ങളിലൊക്കെ അവിടേക്ക് തന്നെ പോയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഹൃദയസ്പർശി ആയിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ? അങ്ങനെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും? ഞങ്ങൾ ഫോറിനിൽ പോയ സമയത്ത് ഒരുപാട് സ്ഥലങ്ങൾ, ഹോളണ്ട്, ഇറ്റലി, പാരീസിലൊക്കെ കാണാൻ തോന്നുന്നു. നമ്മൾ പെർഫോം ചെയ്തുകൊണ്ട് നമ്മുടെ ഐറ്റം കഴിഞ്ഞ ശേഷം നമ്മൾ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഓഡിയൻസ് കംപ്ലീറ്റ് എനിക്ക് നിന്നിട്ട് ക്ലാപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ വന്നിട്ട് ഒരു പ്രാവശ്യം പോയിട്ട് നമസ്കരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഐറ്റം റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ 1-2 പ്രാവശ്യം അങ്ങനെയൊക്കെ ഞങ്ങൾ സ്റ്റേജസിൽ ചെയ്യേണ്ടി വന്നു. അതൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ത്രില്ലാണ്, നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലും പല സന്ദർഭങ്ങളിലും ഇപ്പോൾ ഞങ്ങൾ ഈ തഞ്ചാവൂർ, ചിദംബരം ഒക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ പെട്ടെന്ന് ഓൺ ദ സ്റ്റേജ് കയറുന്ന മുമ്പ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു കണ്ണപ്പച്ചൊരിക്കം എന്ന് പറയുന്ന ഒരു ഐറ്റം ഒക്കെ ചെയ്തു. അത് ഓഡിയൻസിനൊക്കെ ഇഷ്ടമായി. അങ്ങനെ പല സന്ദർഭങ്ങളും നമുക്കുണ്ട്. ഫോറിനിൽ ഞങ്ങൾക്ക് അന്നത്തെ കാലത്ത് പോയ സമയത്ത് ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു. അവിടെ പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ നമ്മുടെ അടുത്തേക്ക് വരും. ചിലപ്പോൾ നമ്മൾ ചെയ്ത ഒരു മുദ്ര അല്ലെങ്കിൽ ഒരു അഭിനയം മനസ്സിലായില്ലെങ്കിൽ അവർ വന്ന് നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫോറിൻ കൺട്രീസിൽ ഞങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുടുംബത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പോൾ പിന്നെ കുട്ടികൾ അവരെന്ത് ചെയ്യുന്നു? അവർ ആരും ഡാൻസിലില്ല. അതായത് ഞങ്ങൾ മദ്രാസ് ബേസ്ഡ് ആയ കാരണം അവിടെ കൂടുതൽ സ്റ്റഡീസിലേക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ 2 ആൺകുട്ടികളായിപ്പോയ കാരണം ഡാൻസിലേക്ക് കൊണ്ടുവരാൻ അച്ഛനക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ മൂത്ത മകനക്ക് ഭയങ്കര റിത്മിക് സെൻസ് ഭയങ്കരമായിരുന്നു. 2ാമത്തെ മകൻ നന്നായിട്ട് പാടുമായിരുന്നു. പക്ഷെ ഈ 2ഉം നമ്മൾ ചെയ്തില്ല. ഇപ്പൊ തോന്നുന്നു എനിക്ക് അത് ചെയ്യാമായിരുന്നു എന്നുള്ളത്. എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ, അത് കേരളത്തിലേക്ക് വന്ന ശേഷം, മദ്രാസിലുള്ളവരെല്ലാം ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്തിട്ടില്ല. കേരളത്തിൽ വന്നപ്പോഴാണ് തോന്നിയത് അവരുടെ ഒരു ടേസ്റ്റ് നമ്മൾ കുറച്ചെങ്കിലും ഡെവലപ്പ് ചെയ്ത് കൊടുക്കാമായിരുന്നു എന്നുള്ളത്. എന്നോട് ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവെച്ചത് പ്രശസ്ത കുച്ചിപ്പുടി കലാകാരി അനുപമ മോഹനായിരുന്നു. തന്റെ കലാപ്രവർത്തനങ്ങളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും വളരെ വിശദമായി തന്നെ അവർ പങ്കുവെച്ചു. കലാരംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ കൊയ്യാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമസ്തേ എന്നതിന് നന്ദി പറയുന്നു. ഈ പ്രോഗ്രാം കണ്ടതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അത് കുട്ടികൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ഇതിനെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ആ ഡാൻസ് അവർ പഠിക്കുന്ന ആ നൃത്തത്തിനോട് ഗുരുഭക്തിയോട് അവർ അത് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ജയ് ഹിന്ദ് പ്രേക്ഷകർക്ക് നമസ്കാരം.